ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതുമോളെ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് ഓർക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും അവൻ ഋതുമോളോട് വളരെ മോശമായി പെരുമാറി. വിവാഹം കഴിഞ്ഞാല് ആലോചിച്ചിട്ട് എനിക്കും പേടി തോന്നുന്നു ശേഖരേട്ടാ. എന്താ രാജു നീ എന്നെ ഇഷ്ടപ്പെടാത്ത? എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്ന് അറിയോ രാജു? ഞാൻ നിന്നെ എന്തുമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് അറിയോ? എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായത് നീ എന്റെ ഒപ്പുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം. നീ ഒപ്പുണ്ടായിരുന്ന ഓരോ നിമിഷവും ഞാൻ എന്തുമാത്രം ആസ്വദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഋതികാമ്മയുടെ സുന്ദരിയ. ഋതികാമ്മയുടെ സംസാരം അതിങ്ങനെ എന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നത് പോലെ. ഋതികാമ്മയുടെ സ്വഭാവം അതെനിക്ക് പറയാനില്ല. ഞാൻ ഏറ്റവും സ്വഭാവ ഗുണം ഒരു സ്ത്രീയിൽ കണ്ടിട്ടുള്ളത് അത് എന്റെ അമ്മയില്. അതേ സ്വഭാവ ഗുണം ഋതികാമ്മയുടത്തിനുള്ളത്. ഋതികാമ്മയുടെ എന്റെ ജീവിത സഖിയാക്കാൻ സാധിക്കാത്തതില് നഷ്ടം എനിക്ക് മാത്രം. പക്ഷേ എല്ലാം അവസാനിക്കാൻ പോവാ രാജു. ഞാൻ വീണ്ടും ദീപകിന്റെ അംബികാമ്മയുടെ മുൻപിൽ തോറ്റു. ദീപകിന്റെ ഭാര്യയാവാൻ പോവാ ഞാൻ. നിനക്കൊന്നും ചെയ്യാനില്ല രാജു. ഒരിക്കൽ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ, എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്റെ കൂടെ കാണുമെന്ന്. എന്നിട്ട് എന്നെ ഇവരുടെ ഇടയിലേക്ക് തള്ളിയിടാൻ പോവാണ് രാജു. ഋതിക മാഡം, എന്തൊക്കെ വന്നാലും ദീപകിനെ കൊണ്ട് ഋതിക മാഡത്തിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കില്ല. അത് മാത്രമേ ഈ രാജുവിന് മാഡത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കൂ. അത് മാത്രം. I love you, രാജു. എന്തൊക്കെയുണ്ടായാലും എന്റെ മനസ്സിൽ എന്നും നീ മാത്രമായിരിക്കും. എന്റെ മരണം വരെ എന്റെ മനസ്സിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് രാജു ആയിരിക്കും. രാജു മാത്രമായിരിക്കും. ഭാവി കരയില്ലേ? അമ്മ ഇപ്പൊ വരാം. ബലം പിടിച്ചാൽ എന്നോട് ബലം പിടിക്കാൻ മാത്രം ആളായോ നീ? ദീപക് സാറേ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ രാജുവേട്ടനെ വിളിക്കും. അയ്യോ ദിവ്യ വേണ്ട, നീ രാജുവിനെ വിളിക്കല്ലേ. ഞാനിവിടുന്ന് പൊയ്ക്കോളാം. നീ രാജുവിനെ വിളിച്ച് ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ. പറഞ്ഞാൽ എന്നെ മൂക്കിക്കോടി. ദീപക് എന്നെ വിട്. ദീപക്കെന്നോ? അതെ. എന്റെ മുഖത്ത് നോക്കി ദീപക്കെന്ന് വിളിക്കാൻ മാത്രം ആളാവിടെ നീ? നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് നിന്നെ വേണം. ദീപക് സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ. പോയുള്ള കുഞ്ഞെവിടെയാ നോക്കിയേ? വേണ്ട, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. അടങ്ങി നിക്കടി മോളെ. ദീപക് വേണ്ട, നിന്റെ കാല് ഞാൻ പിടിക്കാം. എന്നെ എന്ത് വേണേലും ചെയ്തോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ.
നിന്നെ നിന്റെ കുഞ്ഞിനെ തൽക്കാലം ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ ജീവനോടെ സേഫ് ആയിരിക്കുന്നതാ എന്റെ സേഫ്റ്റി. നിങ്ങൾക്ക് ഞാനൊരു പോറൽ പോലും ഏൽപ്പിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ അത് എന്റെ തലയിലാവില്ലേ? പിന്നെ പിന്നെ നീ എന്തിനാ ഇവിടെ വന്നേ? ഓ, ഒന്നും അറിയാത്തതുപോലെ. എന്റെ ഋതികടൻ കല്യാണം നടക്കുമ്പോ നീ കുഞ്ഞായിട്ട് അങ്ങോട്ട് കയറി വരില്ലെന്ന് എനിക്ക് എന്താണ് ഉറപ്പ്? ഞാൻ എന്തിനാ അങ്ങോട്ട് വരണം? ഹേയ്, നിനക്ക് വരാൻ പ്ലാനൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവള് പറഞ്ഞ നീ വരില്ലേ? അമ്മാവന് പകരം ഞാൻ ഇലക്ഷന് സ്ഥാനാർത്ഥിയെ നിൽക്കാൻ തീരുമാനിച്ച് നോമിനേഷൻ നൽകാൻ ഇറങ്ങിയ ദിവസം, ആ ദിവസം മുതല് നിന്നെ എന്റെ മുമ്പിൽ നിർത്തി കളിക്കാൻ തുടങ്ങിയതാ അവര്. നാളെ എന്റെ ഋതികയുടെ വിവാഹം. നിന്നെ നിന്റെ കുഞ്ഞിനെ ഇറക്കി എനിക്കെതിരെ നിന്നെ ആരെങ്കിലും വിവാഹ പന്തൽ എത്തിക്കില്ലെന്ന് എനിക്കെന്താ ഉറപ്പ്? അങ്ങോട്ട് പോടി. പോടി ഇങ്ങോട്ട്. എടോ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അംബിക മാഡം വന്ന ചീത്ത കേൾക്കുന്നത് എനിക്കായിരിക്കും. ഒന്ന് പെട്ടെന്ന് റെഡിയാക്ക്. ഇതിപ്പോ കഴിയും സാർ, കുറച്ചുകൂടെ ഉള്ളൂ. എന്നാ പെട്ടെന്ന് ചെയ്. ഇതെല്ലാം ഇവിടെ വെച്ചാ മതി. ആ. ശരിട്ടാ, ഒരുക്കങ്ങൾക്കൊക്കെ അമ്പിയേച്ചി വേഗം കൂട്ടുകയാണല്ലോ. എനിക്കിതങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല യാമിനി. ഋതുമോളെ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് ഓർക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും അവൻ ഋതുമോളോട് വളരെ മോശമായി പെരുമാറി. വിവാഹം കഴിഞ്ഞാല് ആലോചിച്ചിട്ട് എനിക്കും പേടി തോന്നുന്നു ശേഖരേട്ടാ. രാജു ഇനി എന്തെങ്കിലും ചെയ്ത് വിവാഹം മുടക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്നുണ്ട് യാമിനി. പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ദേ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ശേഖര കല്യാണ ഒരുക്കങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട് ചേച്ചി. ആണോ? എന്നിട്ടെന്താ നിന്റെ മുഖത്ത് അതിന്റെ ഒരു സന്തോഷമൊന്നും ഇല്ലാത്തെ? എന്തോ നടക്കാൻ പാടില്ലാത്തത് നടക്കാൻ പോകുന്നത് പോലെയാണല്ലോ നിന്റെ ഭാവമൊക്കെ. ഏയ്, അങ്ങനെയൊന്നുമില്ല ചേച്ചി. യാമിനി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? യാമിനിക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ ചേച്ചി? അമ്മായി അല്ലെങ്കിലും ഒന്നും പറയില്ലല്ലോ അമ്മേ. അമ്മായി അമ്മാവനും അവന്റെ സൈഡല്ലേ. ഇവർക്ക് ഞാനല്ലല്ലോ, രാജുവല്ലേ വലുത്. ഇവരുടെ ദൃഷ്ടിയില് രാജു മഹാനും ദീപക് മഹാമോശമാണല്ലോ. അകലേ